വർഷത്തിന് ശേഷം തിരോധാന കേസ് കൊലപാതകമായി മാറി. തലയോലപ്പറമ്പിലെ പണമിടപാടുകാരൻ മാത്യുവിന്റെ തിരോധാനമാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. പ്രതി അനീഷിന്റെ പിതാവ് വാസുവാണ് മാത്യുവിന്റെ മകൾ നൈസിയോട് സംഭവത്തെപ്പറ്റി വെളിപ്പെടുത്തിയത്. തുടർന്ന് നൈസി വൈക്കം പോലീസിന് പരാതി നൽകി. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സിനിമാ കഥകളെ വെല്ലുന്ന സംഭവ വികാസങ്ങളാണ് തലയോലപ്പറമ്പിൽ അരങ്ങേറിയത്. ദൃശ്യം സിനിമയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കൊലപാതകവും തെളിവ് നശിപ്പിക്കലുമാണ് സിനിമ നിർമ്മിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തലയോലപ്പറമ്പിൽ നടന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകമാണ് തിരോധാനമെന്ന് നാട് വിശ്വസിച്ചിരുന്ന സംഭവം കൊലപാതകമായി മാറിയത്. ാണ് സ്ഥലത്തെ പ്രധാന പണമിടപാടുകാരൻ കാലായിൽ മാത്യുവിനെ കാണാതാകുന്നത്. ബന്ധുക്കൾ പരാതി നൽകിയെങ്കിലും ആളെ കണ്ടെത്താൻ കഴിയാതെ പോലീസ് കേസ് അവസാനിപ്പിച്ചു. സാമ്പത്തിക തട്ടിപ്പ് നടത്തി മാത്യു മുങ്ങിയതാണെന്ന കഥ നാട്ടിൽ പ്രചരിക്കുകയും നാട്ടുകാർ അത് വിശ്വസിക്കുകയും ചെയ്തു. വീട്ടുകാർക്കും ആ കഥ വിശ്വസിക്കുകയല്ലാതെ മാർഗമില്ലായിരുന്നു. മാത്യുമെല്ലെ മറവിയിലുമായി. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കുള്ളിലാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. സത്യമെന്നായാലും മറനീക്കി പുറത്തുവരുമെന്ന വാചകത്തെ അനർത്ഥമാക്കും വിധമായിരുന്നു സംഭവങ്ങളുടെ പരിണാമവും വികാസവും. തലയോലപ്പറമ്പ് സ്വദേശിയും ക്രിമിനൽ പശ്ചാത്തലവുമുള്ള അനീഷാണ് കഥയിലെ വില്ലൻ. അനീഷിന്റെ പിതാവ് വാസു മാത്യുവിന്റെ മകൾ നൈസയോട് നടത്തിയ വെളിപ്പെടുത്തലോടെ 8 വർഷം മുമ്പ് സമർത്ഥമായി കുഴിച്ചുമൂടിയ ഒരു കൊലപാതക കഥയുടെ ചുരുളഴിയുകയായിരുന്നു. തന്റെ മകൻ അനീഷ് മാത്യുവിനെ കൊന്നുകുഴിച്ചിട്ടതാണെന്നായിരുന്നു വാസു നൈസിയോട് പറഞ്ഞത്. നൈസി പിന്നീട് വാസുവിനെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം വീണ്ടും സംസാരിച്ച് ഈ വെളിപ്പെടുത്തൽ റെക്കോർഡ് ചെയ്തു. ചേട്ടന് ഉറപ്പാണല്ലോ എന്റെ അപ്പം മരിച്ചു എന്നുള്ളത്? ഉറപ്പ് തന്നെ. കൊന്നതാണോ ഇത് ശരിക്കും? അതെ. എത്ര വർഷമായി മുമ്പ് കൊന്നു? എന്നിട്ട് ചേട്ടൻ ഇത് അറിയാമായിരുന്നോ നേരത്തെ? ഈ ഫോൺ സംഭാഷണം ഉൾപ്പെടെ വൈക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതോടെയാണ് പോലീസ് സംഭവത്തെപ്പറ്റി വീണ്ടും അന്വേഷണം തുടങ്ങിയത്. കള്ളനോട്ട് കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന അനീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കൊലപാതകം പ്രതി സമ്മതിച്ചു. സുഹൃത്തുകൂടിയായിരുന്ന മാത്യുവുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. കടം വാങ്ങിയ പണം മടക്കി ആവശ്യപ്പെട്ട മാത്യു അനീഷിന് ശല്യക്കാരനായി. അങ്ങനെ ഉറ്റ സുഹൃത്തിനെ വകവരുത്തി തന്റെ കടയുടെ പിന്നിലെ ഒഴിഞ്ഞ പറമ്പിൽ കുഴിച്ചിട്ടതായി അനീഷ് പോലീസിനോട് സമ്മതിച്ചു. ഞങ്ങൾക്കൊരിക്കലും സംശയമില്ലായിരുന്നു മരിച്ചു എന്നുള്ളത്. തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഇത്രയും നാളും. അപ്പോഴാണ് അനീഷിന്റെ ഫാദർ വീട്ടിൽ വരികയും എന്റെ നമ്പർ വാങ്ങിക്കുകയും പിറ്റേ ദിവസം എന്നെ വിളിച്ച് ഇങ്ങനെ ജീവിച്ചിരിപ്പില്ല, കൊന്നതാണെന്നും പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഫോണ് കോൾ റെക്കോർഡിങ് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു. അപ്പൊ വാസുചേട്ടൻ പറഞ്ഞത് ഞാനും പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസുകാരോട് പറഞ്ഞു ഞാൻ പോലീസിൽ മൊഴി കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വൈക്കത്ത് SIയെ പോയി കാണുകയും പിന്നെ അവിടുന്ന് CI വഴി അന്വേഷണം നടക്കുകയൊക്കെ ചെയ്തത്. കൂടകെന്ന് പറഞ്ഞ സ്ഥലത്ത് മംഗലാപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അവിടെ ആളുണ്ട്, ഭാര്യയുണ്ട്, വേറെ മക്കളുണ്ട്. അതുപോലെ തന്നെ അവിടെ ബിസിനസ് നടത്തി ജീവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാം എന്ന് പറയുന്നുണ്ട്. ആർക്കും എന്ത് വേണേലും പറയാലോ. എന്നാൽ ഞങ്ങൾ മക്കളാണെന്ന ഒരു ഭാര്യ ആണോ അവരുടെ മുഖത്ത് നോക്കി പറയുമ്പോ അവർക്കൊന്നും ഒരു ഇതുമില്ല. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ വിശ്വാസം എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും, എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഇങ്ങനൊരു സംഭവം നടക്കുന്നതിന് മുമ്പ് ഇടയ്ക്ക് ഇങ്ങനെ പറയും ഇവിടുന്ന് വിറ്റു പോവണം എന്ന് പറയുമായിരുന്നു. അപ്പം അതുകൊണ്ട് ചിലപ്പം വിറ്റുപോയി ഇവിടുന്ന് മാറണം എന്നൊരു ഇടയ്ക്ക് പറയുന്നതുകൊണ്ട് ഞങ്ങൾ ഒത്തിപ്പോ തന്നെ എവിടെയും പോയി സെറ്റിലായിട്ട് ഇങ്ങോട്ട് വന്ന് ഞങ്ങളൊക്കെ കൊണ്ടുപോകാം എന്നൊരു പ്രതീക്ഷ, ആ ഒരു ഇതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. ചിലപ്പോൾ വരും എന്ന് പ്രതീക്ഷ. അനീഷിന് വ്യക്തിവൈരാഗ്യം എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. അനീഷ് പൈസ തരാനുണ്ടായിരുന്നു. അനീഷിന് തരാൻ സാധിക്കാത്തത് കൊണ്ട് അത് വീട് സ്ഥലമൊക്കെ എഴുതി വാങ്ങിച്ചായിരുന്നു. അതെന്നെ അറിയിക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ അവര് അവിടെ താമസിച്ചുകൊണ്ട് തന്നെ അവരവിടെ ഇറക്കി വിട്ടൊന്നുമില്ലായിരുന്നു. അവരവിടെ താമസിക്കുക തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പിന്നീട് ഇതൊരു കൊലപാതകത്തിൽ എത്തക്കത്ത രീതിയിൽ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് സംശയമുണ്ട്. അനീഷ് ഒറ്റയ്ക്ക് ഒരിക്കലും എന്റെ ഫാദറിനെ ഒറ്റയ്ക്കൊരു കൊലപാതകം നടത്താനായിട്ട് പറ്റില്ല.
ആരെങ്കിലും കൂട്ടാരെങ്കിലും ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത്. പിന്നീട് ആ പറമ്പിൽ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കപ്പെട്ടു. ഈ കെട്ടിടത്തിന്റെ അടിത്തട്ടിൽ എവിടെയോ ആണ് മാത്യുവിന്റെ ശരീരാവശിഷ്ടങ്ങൾ. ഇനി ആ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കണം കൊലപാതകത്തിന്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങാൻ. പോലീസ് അതിനുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു.